അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ നാട്ടിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിക്കൊണ്ട് മുസ്ലിമിൻ്റെ പേരും ഇട്ടുകൊണ്ട് ഇസ്ലാമിനെതിരെ വിമർശിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു എന്ന് വേണം പറയാൻ. കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ വിരലിലെണ്ണാവുന്ന കേട്ടോ, വിരലിലെണ്ണാവുന്നവരേ ഉള്ളൂ. ഇതെന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു മതം വിട്ടിട്ട് അത് ഏത് മതമായിക്കോട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യന് മറ്റു മതത്തിലേക്ക് പോകാനും മറ്റു മതത്തിൽപ്പെട്ടവർ ഇസ്ലാമിലേക്ക് വരാനും ഇതിനൊക്കെ അടിസ്ഥാന കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അള്ളാഹു ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് മനുഷ്യാത്മാക്കളെ സൃഷ്ടിച്ചു. മനുഷ്യാത്മാക്കളെ സൃഷ്ടിച്ച ശേഷം അവരോട് അള്ളാഹു ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ രക്ഷിതാവല്ലേ? എല്ലാവരും കൂട്ടമായിട്ട് പറഞ്ഞു, അതേ പടച്ചവനെ, നീ ഞങ്ങളുടെ റബ്ബാണ്. അപ്പം അള്ളാഹു അവരോട് പറഞ്ഞത്രേ, എന്നാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരു സുജൂദ് ചെയ്യണമെന്ന് പറഞ്ഞു. ചില ചരിത്രങ്ങളിൽ 2 സുജൂദ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇവർ സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ആളുകൾ സുജൂദ് ചെയ്തു, പക്ഷേ എല്ലാവരും ചെയ്തില്ല. എല്ലാ ആളുകളും സുജൂദ് ചെയ്തില്ല. കുറേ ആളുകൾ സുജൂദ് ചെയ്തു. അങ്ങനെ 2 വിഭാഗമായി മനുഷ്യർ. ഒന്ന് സുജൂദ് ചെയ്തവരും ഒന്ന് ചെയ്യാത്തവരും. അങ്ങനെ രണ്ടാമത്തെ സുജൂദ് ചെയ്യുന്ന സമയത്ത് ഈ ആദ്യം ചെയ്ത ആളുകളിൽ പെട്ട ചില ആളുകൾ, ആദ്യം സുജൂദ് ചെയ്ത ആളുകളിൽ പെട്ട ചിലർ, കുറേ ആൾക്കാർ സുജൂദ് ചെയ്തിട്ടില്ലല്ലോ, നമ്മൾ ചെയ്യേണ്ടിയിരുന്നില്ല, അതുകൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സുജൂദ് ചെയ്യാൻ തയ്യാറായില്ല. അതേസമയം ആദ്യം സുജൂദ് ചെയ്യാതിരുന്ന ആളുകളിൽ പെട്ട ചിലർ, അയ്യോ ഇത്തിരി ആളുകൾ സുജൂദ് ചെയ്തിട്ടും ഞാൻ സുജൂദ് ചെയ്തില്ലല്ലോ, ഭയങ്കര തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് രണ്ടാമത്തെ സുജൂദ് ചെയ്തു. അപ്പം രണ്ടാമത്തെ സുജൂദിൻ്റെ കാര്യത്തിൽ സുജൂദ് ചെയ്തവരും ചെയ്യാത്തവരും, ആദ്യത്തെ സുജൂദിൻ്റെ കാര്യത്തിൽ സുജൂദ് ചെയ്തവരും ചെയ്യാത്തവരും, ഇങ്ങനെ 4 വിധമായി മനുഷ്യർ മാറി. ഈ 4 വിഭാഗത്തിൻ്റെ അവസ്ഥയെ പറ്റിയിട്ട് പറയുന്ന പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നത്, ആദ്യം സുജൂദ് ചെയ്തു, രണ്ടാമതും സുജൂദ് ചെയ്തു, അങ്ങനെയുള്ളൊരു വിഭാഗമാണല്ലോ ഇത് നല്ലതെന്ന് പറഞ്ഞത്. അവർ മുസ്ലിമായി ജനിക്കുകയും, അതായത് ഈ ഭൂമിയിൽ മുസ്ലിമായി ജനിക്കുകയും മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്യുന്നവരാണ്. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത്, ആദ്യം സുജൂദ് ചെയ്തു, പിന്നെ ഇത്രയും ആളുകൾ സുജൂദ് ചെയ്യാതിരുന്നത് കണ്ടപ്പോൾ ഞാനും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് രണ്ടാമത്തെ സുജൂദ് ചെയ്യാത്തവർ, അവർ മുസ്ലിമായ ഉപ്പാക്കും ഉമ്മാക്കും മക്കളായി ജനിക്കും ഭൂമിയിൽ, പക്ഷേ സുജൂദ് ചെയ്യുന്നതിൽ ഖേദിച്ചത് കൊണ്ട് കാഫിറായി ചത്തുപോകും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ.
മൂന്നാമത്തെ വിഭാഗം ഏതാ? ആദ്യത്തെ സുജൂദ് ചെയ്തില്ല. ആദ്യം സുജൂദ് ചെയ്തില്ല. ഖേദത്തോടു കൂടി രണ്ടാമത്തെ സുജൂദ് ചെയ്തു. അങ്ങനെയുള്ള ആളുകൾ അവര് കാഫിറായ മാതാപിതാക്കൾക്ക് മക്കളായാണ് ജനിക്കുക. പക്ഷേ അവരെന്ത് ചെയ്യും? രണ്ടാമത്തെ സുജൂദ് അവർ ചെയ്തു. അവർക്ക് ഖേദമുണ്ടായിരുന്നു ആദ്യത്തെ സുജൂദ് ചെയ്യാത്തതിൽ. അവർ മുസ്ലിമായി മരിക്കും. അതാണ് അവരെക്കുറിച്ച് പറയുന്നത്. നാലാമത്തെ വിഭാഗം ഏതാ? ആദ്യത്തെ സുജൂദും ചെയ്തില്ല, രണ്ടാമത്തെ സുജൂദും ചെയ്തില്ല. അവർ കാഫിറായി ജനിക്കും, കാഫിറായി ജീവിക്കും, കാഫിറായി മരിക്കും. ഇതാണ് ഇർഷാദുൽ ഇബാദ് പോലെയുള്ള കിതാബുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മെ പഠിപ്പിച്ചു തരുന്നത്. പണ്ട് 10 കിതാബിലെ മഅരിഫത്ത് സൂറയിലൊക്കെ ഈ സംഭവം പറയുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അള്ളാഹു നമ്മളെയൊക്കെ മുസ്ലിമായി അങ്ങ് ജനിപ്പിച്ചു എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും നല്ല മനുഷ്യന്മാരാക്കിയിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് കടത്തിക്കളിയു എന്നൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. കഠിനമായ പരിശ്രമം, പ്രാർത്ഥന. മഹാന്മാരായ ആളുകൾ എല്ലാവരും ഭയപ്പെട്ടിരുന്നത് തങ്ങളുടെ ഈമാൻ അള്ളാഹു ഊരിക്കളിയുമോ എന്ന ഗൗരവമായ വിഷയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളിൽ, അതായത് അള്ളാഹുവിന് അന്ന് തന്നെ സുജൂദ് ചെയ്യാതിരുന്നു പോയ രണ്ടാമത്തെ സുജൂദ് ചെയ്യാത്ത ആളുകളുണ്ടല്ലോ, അവരാണ് ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഓൻ എക്സാണ്, ഓനൊരു തരം എക്സാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം ആളുകൾക്ക് അള്ളാഹുവിനെയും റസൂലിനെയും തെറി വിളിക്കുക എന്നത് മാത്രമേ പണി ഉണ്ടാവുള്ളൂ. ഇപ്പോഴുള്ള എക്സ് മുസ്ലിങ്ങൾ പണ്ടുള്ള എക്സ് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ കുറച്ചും കൂടി ബുദ്ധിമാന്മാരാ. പണ്ടുള്ള എക്സ് മുസ്ലിങ്ങളെ പറ്റിയിട്ടൊക്കെ പറയലേ ഖസിറ ദുനിയാവൽ ആഖിറ, ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടവർ എന്നതായിരുന്നു. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തൊക്കെ ഇസ്ലാമിനെ വെറുത്തിരുന്ന ആളുകൾ, അവർക്ക് ബഹുഭൂരിഭാഗം ആളുകൾ മുസ്ലിങ്ങളായതുകൊണ്ട് തന്നെ തങ്ങൾ എക്സ് മുസ്ലിമാണ് എന്ന് പറയുന്നതിന് ഭയപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പണിയായിരുന്നു അവരുടെ പണി. അതുകൊണ്ട് തന്നെ അവർക്ക് പുറത്ത് പറയാൻ പേടിയായിരുന്നു അയാൾ മുസ്ലിങ്ങളല്ല. അപ്പോൾ ഉള്ളിൽ അവർക്ക് മുനാഫിക്ക് എന്നാണ് പേര് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയുടെ ഇക്കാലത്ത് ഇപ്പോൾ ഉള്ള എക്സ് മുസ്ലിങ്ങൾക്ക് ഒരു ഗുണമുണ്ട്. എന്താണെന്നറിയോ? ഇങ്ങനെ യൂട്യൂബിലൊരു ചാനൽ ഉണ്ടാക്കിയിട്ട് മുസ്ലിങ്ങളെ 4 തെറി വിളിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിനും ഏതായാലും ഇവർ ആഖിറയില്ല എന്ന് മാത്രമല്ല, ഇവർ അവസാനം ഏറ്റവും മ്ലേച്ഛമായ നീചമായ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ പട്ടി ചാകുന്നത് പോലെ മരിച്ച ചരിത്രം മാത്രമേ ഇങ്ങനെ ഇത് തള്ളിപ്പറഞ്ഞ് പോയവർക്കുള്ളൂ. അത് എവിടെയും ഏത് ചരിത്രം നോക്കിയാലും നമുക്ക് മനസ്സിലാകും. ഇവരെ കാത്തിരിക്കുന്നത് അതാണ്. പട്ടി ചാകുന്നത് പോലെ ഏറ്റവും നിസ്സാരമായ മരണം അതവരെ കാത്തിരിക്കുന്നു. അത് വേറൊരു കാര്യം. പക്ഷേ നമ്മൾ ഇപ്പോഴുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ, ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യൂട്യൂബിൽ ചാനൽ തുടങ്ങുക, എന്നിട്ട് ഇസ്ലാമിനെയും അള്ളാഹുവിനെയും റസൂലിനെയും കുറിച്ച് കുറേ തെറി വിളിക്കുക. അത് തെറി വിളിക്കുമ്പോൾ ഇത് കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ കേട്ടോ, അതും പറഞ്ഞുതരാം.
കാരണം കേരളത്തിൽ അങ്ങനെ നടക്കാൻ ഈ അടുത്ത കാലത്തുണ്ടായ കുറേ സംഭവങ്ങളാണ് കാരണം. എന്താണ് കാരണം എന്ന് വെച്ചാൽ, കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണുള്ളത്. നമുക്കെല്ലാം അറിയാലോ. അപ്പോൾ ഈ മുസ്ലിങ്ങളും ഹിന്ദുക്കളും സാധാരണ രീതിയിൽ നമ്മൾ പറയും സംഘികളും, പിന്നെ എന്തിനാ ഈ സോഷ്യൽ മീഡിയക്കാരുടെ ഭാഷയുണ്ട്, സംഘികളും സുഡാപ്പികളും, ആ ഒരു രൂപത്തിലുള്ള ശത്രുത എന്ന രീതിയിൽ പോവുകയാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ പേരിൽ RSSകാരായ ഹിന്ദുക്കളും തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിങ്ങളും തമ്മിൽ കുറേ ശത്രുതയൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ കയറിയവരാണ് ഈ ക്രിസ്ത്യാനികളിലെ ഒരു വിഭാഗം, കാസ കൂസ എന്നൊക്കെ പറയുന്നവർക്ക്. അവർക്ക് മുസ്ലിങ്ങളോട് എന്തിനാ ശത്രുത എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവരെ ശത്രുതയ്ക്ക് കാരണമായിട്ട് പറയുന്നത് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. ഫലസ്തീനിലെ ജനതയെ യുദ്ധം നടക്കുമെന്നൊന്നും പറഞ്ഞുകൂടാ. ഫലസ്തീനിലെ ജനങ്ങളെ ഇസ്രായേൽ ഇങ്ങനെ കൂട്ടക്കൊല ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഈ മുസ്ലിം സമുദായം എന്ത് ചെയ്യുന്നു? പിന്നെ ഈ ഹമാസിന് പിന്തുണ കൊടുക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം എന്ത് ചെയ്യുന്നു? ജൂതന്മാർ കേരളത്തിൽ ഏതായാലും ഇല്ല കാര്യമായിട്ട്. അപ്പം ഈ ജൂതന്മാർക്ക് അനുകൂലം നിൽക്കുകയാണ് ആര്? ഈ ക്രിസ്ത്യാനികൾ. സത്യത്തിൽ എന്താ പറയുക, ഈസാ നബിയെ വ്യഭിചാരിണി എന്നും യേശു ക്രിസ്തു എന്ന് പറയുന്ന അവരുടെ ദൈവത്തെ ജാരസന്തതി എന്നൊക്കെ വിളിച്ചാണ് ജൂതന്മാർ. അതൊന്നും പ്രശ്നമല്ല. പക്ഷെ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കൊല്ലുന്നവരാണ്, അതുകൊണ്ട് അവർ ജയിക്കേണ്ടവരാണ് എന്നുള്ളൊരു വിശ്വാസത്തോടെ ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ലോകത്ത് ഇവരെ ക്രിസ്ത്യാനികളെ ആസ്ഥാനമായ മാർപ്പാപ്പ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഇയാളാണല്ലോ പോപ്പ് ഉൾപ്പെടെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ള രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലുൾപ്പെടെ എല്ലായിടത്തും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ട് ഈ ഫലസ്തീനിലെ കൊല്ലപ്പെടുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് അനുകൂലമായാണ് മനുഷ്യത്വമുള്ള എല്ലാവരും വിധി കൽപ്പിക്കുന്നത്. അതേസമയം ഈ കേരളത്തിൽ നേരെ തിരിച്ചു വരാൻ കുറേ കാര്യങ്ങളുണ്ട്. അതായത് കേരളത്തിലെ മുസ്ലിങ്ങൾ അത്യാവശ്യം നല്ല നിലവാരവും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കുറച്ച് മറ്റുള്ള മതക്കാരെയൊക്കെ അപേക്ഷിച്ച് ഇസ്സത്തിൽ ജീവിക്കുന്നവരാണ്. നമ്മൾ എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തിട്ടല്ലാതെ ഇങ്ങോട്ട് പിച്ചെടുത്തിട്ടൊന്നും നമുക്ക് ശീലമില്ല. ഇവിടെയുള്ള കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ കേട്ടോ പറയുന്നത്. ഇവിടെയുള്ള മറ്റു മതക്കാരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ കൊണ്ട് കഴിഞ്ഞിപ്പോൾ ഒരു അമ്പലത്തിൻ്റെ ഒരു പിരിവിന് വന്നാൽ, ഒരു ചർച്ചിൻ്റെ പിരിവിന് വന്നാൽ, കുറച്ച് ക്രിസ്ത്യൻ കുട്ടികൾ കൂടിയിട്ട് നമ്മളെ വീട്ടിലൊരു കരോളുമായിട്ട് വന്നാൽ, ഹിന്ദുക്കളെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് വന്നാൽ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുമോ? അങ്ങോട്ട് കൊടുത്ത പാരമ്പര്യം മാത്രമേ കേരളത്തിലെ മുസ്ലിങ്ങൾക്കുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആമായിട്ട് മൊത്തത്തിൽ പറയാണ്. ചില മുസ്ലിങ്ങൾ തന്നെ ഉണ്ട്, നമ്മളെങ്ങനെയാണ് ഓല് വന്നിട്ട് പിരിവിന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കൂല, ഞാൻ 10 പൈസ കൊടുക്കൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അതവരെ ഇഷ്ടം. ഞാൻ പൊതുവേ ഉള്ള രീതിയാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നമ്മളോട് ഒരു അസൂയ ഇവർക്ക് എന്ത് ചെയ്യാന്നേ പെരുകി വരിക എന്നുള്ളിൽ. എങ്ങനെ? പണ്ട് ഒരു കഥ പറയലുണ്ട്. അതായത് ഈ ഒരു പെണ്ണുങ്ങളൊക്കെ പ്രസവിക്കാനാകുമ്പോഴേ ഈ കറുപ്പക്കൂട്ടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് അത്രേ. അപ്പം അതിന് പിന്നെ പുതിയാപ്പിളേൻ്റെ വീട്ടിലാണല്ലോ പെണ്ണുണ്ടാവുക.
അതിന് ക്ഷണിക്കാനും അതിൻ്റെ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ പെണ്ണിൻ്റെ കൂട്ടക്കാർ വലിയ അപ്പത്തിൻ്റെ കെട്ടും എടുത്തുകൊണ്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ അപ്പം വീട്ടിലിങ്ങനെ ഒരുപാട് ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും, അപ്പുറത്തിപ്പുറത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുക്കും. അപ്പോൾ ഒരു വീട്ടിൽ ഇതുപോലെ വന്നപ്പോൾ ആകെ 4 അപ്പേ കൊണ്ടുവന്നിട്ടുള്ളൂ. മറ്റേ വളരെ കുറച്ചാണ്. അപ്പം ഇത് 4 അപ്പേ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ളവർ ഇപ്പുറത്തുള്ളവരൊക്കെ വിചാരിക്കുമല്ലോ കെട്ട് കണക്കിന് കൊണ്ടുവന്നില്ലെന്ന് വിചാരിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വീട്ടുകാർക്ക് എന്ത് ചെയ്തെന്നറിയോ, 4 അപ്പവും കൂടി തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് കൊടുത്തു വിട്ടു. അവർ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അറിഞ്ഞോട്ടെ എന്നായിരിക്കും പെണ്ണുങ്ങൾ വിചാരിച്ചേ. അപ്പോൾ എന്താക്കി, ആ വീട്ടുകാരെ പറയാന്ന്, ഓ നമുക്ക് 4 എണ്ണം തരുമ്പോൾ അവിടെ ഇത്ര കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞ രൂപത്തിൽ ഈ മുസ്ലിം സമുദായത്തോട് അസൂയ കൊണ്ട് കത്തുന്ന ഒരു വിഭാഗം നമ്മുടെ കേരളത്തിൽ മാത്രമുണ്ട്. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയാൻ കാരണം, നമുക്ക് ലോകത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലൊക്കെ വരുന്ന വാർത്തകൾ നിങ്ങൾക്കറിയാം. ഇന്ത്യ രാജ്യത്തിൻ്റെ കാര്യം എടുത്താൽ ഇവിടെ ഏറ്റവും വർഗീയതയുടെ കേന്ദ്രം, ബുദ്ധിയില്ലാത്തവർ, ചാണകസംഖ്യകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു ഉത്തർപ്രദേശിലെ ജനങ്ങൾ. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ഈ വർഗീയത കൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ എന്ത് ചെയ്തെന്നറിയോ, പിന്നെ പിടിച്ച് പുറത്താക്കി സംഖ്യകള. അവിടുന്ന് പകുതിക്ക് പകുതി സീറ്റായിട്ട് കുറഞ്ഞു BJPക്ക്. എന്ന് മാത്രം തീർന്നോ, ഇപ്രാവശ്യം എന്തോ ഒരു രഥയാത്രയോ എന്തോ ഒരു ഉത്സവം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ സർക്കാർ ഒരു നിയമം കൊണ്ടുവന്നു. എന്താ നിയമം കൊണ്ടുവന്നേ, പിന്നെ ഓരോ കടക്കാരനും അവൻ്റെ കടയുടെ മുന്നിൽ അയാളുടെ കടയുടെ ഉടമസ്ഥൻ്റെ പേരും മൊബൈൽ നമ്പറും എഴുതി വെക്കണമെന്ന് പറഞ്ഞു. എന്തിന്, മുസ്ലിങ്ങളെ കച്ചവടം നടത്താൻ പാടില്ല എന്ന തീരുമാനത്തോട് കൂടിയിട്ട്. അവിടുത്തെ ഹിന്ദുക്കൾ എന്താ ചെയ്തതെന്നറിയോ, രാഹുൽ ഗാന്ധിൻ്റെ നിർദ്ദേശപ്രകാരം ഇത് മുഹബത്തിൻ്റെ കട, ഇവിടെ ഇസ്ലാമും മുസൽമാനും ഹിന്ദുവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്ന് എഴുതി വെക്കുന്ന രൂപത്തിൽ UPയിലെ വർഗീയവാദികളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഹിന്ദുക്കൾ മാറി. പക്ഷേ കേരളത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന ചില ആളുകൾ, ബഹുഭൂരിഭാഗം ഹിന്ദുക്കളും ഇപ്പോഴും മതേതരത്വവും സൗഹാർദ്ദവും ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ക്രിസ്ത്യാനികളും ആയിക്കോട്ടെ ഹിന്ദുക്കളും ആയിക്കോട്ടെ, നമുക്കെല്ലാം അറിയാം. നമുക്ക് വ്യക്തിബന്ധമുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പക്ഷേ ഇതിൽ വിഷം കലർത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരാണ് ഈ പ്രചരണത്തിൻ്റെ ആളുകൾ, വർഗീയ വിഷം ചീറ്റുന്ന ആളുകൾ. അപ്പം അങ്ങനത്തെ ആളുകളാണ് ഈ യൂത്ത് എന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുപ്പക്കാർ. ഈ ചെറുപ്പക്കാർക്കുള്ള പ്രത്യേകത, ഇവരാണ് സോഷ്യൽ മീഡിയേൻ്റെ അഡിക്റ്റുകളും. അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയോ, ഈ എക്സ് മുസ്ലിം എന്നും പറഞ്ഞിട്ട്, പക്ഷേ എക്സ് മുസ്ലിം മോനൊക്കെ പറയുന്നുണ്ട് ഇവരാരും മുസ്ലിമിൻ്റെ പേര് മാറ്റുന്നില്ല. ഇന്നലെ ഒരു എന്താ പറയുക, ഒരു എക്സ് ടീച്ചറുണ്ട്. ടീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മദ്രസയിൽ പഠിപ്പിച്ചിട്ട് മദ്രസയിലല്ല, സ്വന്തം നാട്ടിൽ തിരുവനന്തപുരത്തുള്ള കുറേ വീടുകളിൽ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികൾ നേരത്തെ പോകുന്നതുകൊണ്ട് അവർക്ക് ദീനി വിജ്ഞാനം പഠിപ്പിക്കാൻ പറ്റൂല, മതവിജ്ഞാനം. അപ്പോൾ ഈ പെണ്ണുങ്ങൾ കുറച്ചു കാലം ഇടവണ്ണ ജാമ്യയിലൊക്കെ പോയിട്ട് നിന്നിട്ട് പഠിച്ചൊരു പെണ്ണുങ്ങളാണ്, വിവാദ ടീച്ചറാണ്. അങ്ങനെ ഈ ടീച്ചർ എന്ത് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അവിടെയുള്ള വീടുകളിൽ ട്യൂഷൻ എടുക്കാൻ പോകും കുട്ടിയേക്ക്. എന്ത് ട്യൂഷൻ? നമ്മളെ മതപരമായ ഫിഖും അഖിലാക്കും അക്കീദയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും മദ്രസയിലെ കുട്ടിയേക്ക്, വൈകുന്നേരം സ്കൂളിൽ വിട്ട് വന്നാൽ. അങ്ങനെ ആ പെണ്ണുങ്ങൾ എന്ത് ചെയ്തെന്നറിയാം, അവിടെയൊക്കെ വീടുകളിൽ നിന്നിട്ട്
എല്ലാവരോടും പറഞ്ഞു. ട്യൂഷൻ 4-5 വീടുകളിലുണ്ട്. അങ്ങനെ ട്യൂഷൻ എടുക്കുന്ന വീടുകളിൽ നിന്ന് പറഞ്ഞു എനിക്ക് സുഖമില്ല, അല്ല എൻ്റെ ഭർത്താവിന് സുഖമില്ല, എനിക്ക് അങ്ങനെ പ്രശ്നമുണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാ പെണ്ണുങ്ങളോടും കുറേ പൊന്നു മേടിച്ചു കടായിട്ട്. ചിലരോട് പൈസയും മേടിച്ചു. അങ്ങനെ അതും എടുത്തിട്ട് മുങ്ങി. പിന്നെ നാട്ടിൽ നിന്നൂടാ. പിന്നെ പത്തനംതിട്ടയിലേക്ക് പോയി. പിന്നെ ഏതോ വയസ്സിനെ കെട്ടി അങ്ങനെ യുക്തിവാദിയായി എന്തായാലും എക്സ് ടീച്ചറായി. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയുള്ള ടീച്ചർ ഇന്നലെ ഒരു ഡയലോഗ് അടിക്കുന്നത് കേട്ടിന്. അവർ പറയുന്നത് 7 വയസ്സുള്ളൊരു കുട്ടീനെയായിട്ട് മുസ്ലിങ്ങളെ മുന്നിലേക്ക് പെട്ടുപോയാൽ ആദ്യം അവർ ചെയ്യുക എന്താണെന്നറിയോ? ആ കുട്ടീനെ പേര് മാറ്റും. ഒരു ഹിന്ദുവിൻ്റെ ആണെങ്കിൽ പേര് മാറ്റും. പിന്നെ ഇങ്ങനെ ബാപ്പാൻ്റെ അടുത്തുനിന്ന് ഉമ്മാൻ്റെ അടുത്തുനിന്ന് ഓടിപ്പിച്ച് മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംസാരം കേട്ടത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. ആദ്യം ഇവർ ചെയ്യേണ്ടത്, ഈ മതം മാറുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവരുടെ ബാപ്പയും അത് ഇവർക്ക് പഠിച്ചവനായിട്ട് കൊടുത്തൊന്നും അല്ലല്ലോ. അവരുടെ ബാപ്പയും അമ്മയും അവർക്കിട്ടൊരു മുസ്ലിമായ പേരുണ്ട്. ആ പേരവർ മാറ്റണം. അതിലേറ്റവും അന്തസ്സ് കാട്ടിയിട്ടുണ്ട് അത് നമ്മുടെ അലി അക്ബർ എന്ന് പറയുന്ന ഒരു രാമസിംഹൻ ഉണ്ടായിരുന്നു. അയാൾ ഇപ്പം അയാൾ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അലി അക്ബർ എന്ന് പറയുന്ന ആൾ സിനിമാ സംവിധായകനായിരുന്നു. അയാൾ എന്ത് ചെയ്ത് എക്സ് മുസ്ലിമായിട്ട് രാമസിംഹൻ എന്ന് പറയുന്ന പേര് സ്വീകരിച്ചു. നല്ല തന്നെ, നമ്മുടെ രാജ്യത്ത് അയാൾക്കായി ചെയ്യാൻ അവകാശം, നമ്മളാരും എതിരല്ല. എന്നിട്ട് ഇയാൾ ചെയ്ത എന്താ പണിയെന്ന് അറിയുങ്ങൾ? നമ്മുടെ വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജിക്കെതിരെ വലിയൊരു സിനിമ, ലോകടക്കി നടുങ്ങുന്ന സിനിമ, വാര്യംകുന്നത്ത് അഹമ്മദ് ഹാജി മലപ്പുറത്തുള്ള കംപ്ലീറ്റ് ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്തു കഴിഞ്ഞു. അതേപ്പറ്റി ഒരു സിനിമ ഇറക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ പേരും പറഞ്ഞ് ഇയാൾ സംഖ്യകളോട് പറഞ്ഞ് കുറേ ആൾക്കാർ അതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്തു. കാരണം മാപ്പിളാരെ തെറി പറയുന്ന, ഇവിടെ മാപ്പിളാരെ തെറി പറയുന്ന പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ ആരും പൈസ കൊടുക്കും. അവർ ആകെ ഈ സംഖ്യകളും കൃസംഖ്യകളും പൈസ കൊടുക്കുന്നതേ ഉള്ളൂ. ഒരു ചങ്ങായിൻ്റെ 2 കിഡ്നിയും പോയി. ഓൻ ആശുപത്രിയിലാണ്. ഓനൊരു ഹിന്ദുവാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയാണ്. അതിനെ ഓന് രണ്ട് രോഗം മാറ്റിയെടുക്കാൻ ഒരു 25 ലക്ഷം ഉറുപ്യ വേണം. സഹായിക്കാൻ ഇവന്മാർ ഒരു 10 പൈസ കൊടുക്കൂല. ആ വിവരം ഒരു മുസ്ലിമിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞാൽ, കേരളത്തിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് പറയുന്നത്, മുസ്ലിമിൻ്റെ അടുത്ത് അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള മുസ്ലിങ്ങളായ യൂട്യൂബർമാർ മുഴുവൻ വീഡിയോ ചെയ്യും അതിനെ പറ്റിയിട്ട്. നമുക്കറിയാലോ, മറ്റേ കോഴിക്കോട്ടുള്ള അബ്ദുറഹീമിന് വേണ്ടിയിട്ട് 35 കോടി ഉണ്ടാക്കിയ കഥ. അത് ചാടിപ്പുറപ്പെട്ടിട്ട് മുസ്ലിങ്ങൾ കൊടുക്കും. അത് അവിടെ ജാതിയും മതമൊന്നും നോക്കൂല. പക്ഷേ ഈ മുസ്ലിങ്ങളെ തെറി പറയുന്നവനുണ്ടോ, ഓനിക്ക് എന്താണ് സപ്പോർട്ട് വേണ്ടത്? ഇവിടെ റെഡിയാണ് ഇവരെ ഭാഷയിൽ. അങ്ങനെ കൊടുക്കുമെന്നാണ് ഇയാൾ കരുതിയത്. പക്ഷേ ഡയലോഗ് മാത്രമേ ഉള്ളൂ. ഇവരുടെ അടുത്തുനിന്ന് പൈസ ഇറങ്ങാനേ വലിയ പണിയാണ്. കാരണം നമ്മളെപ്പോലെ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് വെച്ച പൈസയൊന്നും ഇവരുടെ അടുത്തില്ല. ഇവരെല്ലാം അന്നന്ന് ഓട്ടോറിക്ഷയിലും ഈ യൂട്യൂബർമാർ അല്ല, ഈ യൂത്തിന്മാരെ കഥയാണ് പറയുന്നത്. നമ്മളൊക്കെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ നമ്മളോട് വീട്ടിൽ വന്നിട്ട് പറയൂ, ഉപ്പാ ഇന്നൊരാൾക്ക് 2 കിഡ്നിയും പോയിന്, അല്ലെങ്കിൽ ഇന്നൊരു ചികിത്സ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പീടിയെന്നെല്ലാം എല്ലാവരും പൈസ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഓനെ നിരാശപ്പെടുത്തരുത്. ഓന് നല്ല രൂപത്തിൽ പഠിച്ച് വരണം എന്നുള്ള രൂപത്തിൽ നമ്മളെന്ത് ചെയ്യും, ഓൻ പറയുന്ന ഗൂഗിൾ പേയിലേക്ക് പൈസ കൊടുക്കും. അതേസമയം ഈ പയ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ്റെ വീട്ടിൽ ചെന്നിട്ട് പറയാൻ പറ്റുമോ, നമ്മളെ കാക്കാമാർക്കെതിരായിട്ടൊരു സിനിമ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിലേക്ക് നമ്മൾ 1 ലക്ഷം ഉറുപ്യ കൊടുക്കണം, അച്ഛാ ഒന്ന് ഗൂഗിൾ പേ ചെയ്ത് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓൻ്റെ അച്ഛൻ്റെ അടുത്ത് നിന്ന് കാരണക്കുറ്റിക്ക് കിട്ടും. കാരണം എന്താ, ഓൻ്റെ അച്ഛൻ നമ്മളെ വീട്ടിൽ തേങ്ങ പറിക്കാൻ വരുന്നയാളായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഇയാൾക്ക് സിനിമ ഒന്ന് പൂർത്തീകരിക്കാനോ ഇയാൾ ഉദ്ദേശിച്ച പൈസയും കിട്ടാണ്ടായി. ഇപ്പം അയാൾ എവിടെയോ എന്താ പറയുക, ഈ പല്ലുപോയ സിംഹം പോലെ നായ്ക്കും വേണ്ട നരിക്കും വേണ്ടാത്ത രൂപത്തിൽ ഒതുങ്ങിക്കൂടുന്നു. അപ്പോൾ ഈ പറഞ്ഞ ഇവർക്ക് വേറെ ഏറ്റവും വലിയ ഗുണം കിട്ടുന്നൊരു കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന അതാണ്. അതായത് എക്സ് മുസ്ലിങ്ങൾക്ക് എന്ത്, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്
ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും പറ്റി 4 തെറി പറഞ്ഞാൽ ആ വീഡിയോ കാണാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. ഓരോരുത്തർക്ക് കിട്ടുന്ന എത്തില്ലാന്നറിയോ? ലക്ഷക്കണക്കിന് ആളാ. ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ 15,000 25,000 ആൾ കാണാനുണ്ട്. അതാണ് ഇവർക്കത് മതി. യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും. നമ്മൾ ദീന് പറയുന്ന ഒരു ചാനലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ 100 ആളെ കിട്ടാൻ തന്നെ പണിയാണ്. അള്ളാഹു കാക്കട്ടെ, ഈ അവസ്ഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവരെക്കുറിച്ചുള്ള മറ്റൊരു വീഡിയോ ഇൻഷാ അല്ലാഹ് വേറെ ഒന്ന് ചെയ്യുന്നുണ്ട് വിശദമായിട്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എക്സ് മുസ്ലിങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറഞ്ഞു വന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ അള്ളാഹിൻ്റെ ഒരു പരീക്ഷണമാണ്. വലൗ ഷാ അല്ലാഹു ലഹദന്നാസ ജമിയ, അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും ഹിദായത്ത് കൊടുത്തിട്ട് മുസ്ലിങ്ങളാക്കി കളയായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ ഏറ്റവും ആഗ്രഹിച്ചിരുന്നു അബൂ താലിബ് മുസ്ലിം ആകണം. എൻ്റെ എളാപ്പയാണ്. നിങ്ങൾക്കറിയാലോ, ഈ അബൂ താലിബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല, പക്ഷേ നബിക്ക് വേണ്ട എല്ലാ സഹായവും സഹകരണം ചെയ്തു കൊടുത്ത മനുഷ്യനാണ്. പക്ഷേ അവസാനം കട്ടിൽമ കടന്നുപോയ സമയത്ത് നബി തങ്ങൾ ചെന്നിട്ട് അബൂ താലിബിനോട് പറഞ്ഞു, എൻ്റെ എളാപ്പ, എനിക്ക് ഭയങ്കര വിഷമമുണ്ട്, നിങ്ങൾ നരകത്തിൽ പോകും, ഇല്ലാതിരിക്കണേ അസ്ലിം തസ്ലിം, നിങ്ങൾ മുസ്ലിം ആകൂ, നിങ്ങൾ രക്ഷപ്പെടും. അപ്പം അബൂ താലിബ് പറഞ്ഞു, പൊന്നാര മോനെ, ഈ എന്നോട് കാര്യം പറയരുത്, ഞാൻ ചെയ്യൂല. എന്താ കാരണം? അങ്ങനെ നബി സങ്കടത്തോടെ തിരിച്ചു പോവുകയാണ്. അബൂ താലിബ് തൻ്റെ എളാപ്പയെ കിടക്കുന്ന മൂപ്പര് മരിക്കാൻ പോവുകയാണ്. ഇസ്ലാം ആകുന്നില്ല, മുസ്ലിം ആകുന്നില്ല. മൂപ്പരങ്ങ് നബി അങ്ങ് പോയപ്പോൾ അബൂ താലിബ് പാടിയ പാട്ടുണ്ട്, വലക്കത് അലിംതു ബി അന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന എന്ന് പാടി അബൂ താലിബ്. എന്താ പറഞ്ഞത്? എൻ്റെ പൊന്നാര മോൻ മുഹമ്മദിൻ്റെ ദീന് മതങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മതമാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ ഇപ്പം ഞാൻ ഓൻ്റെ മതം സ്വീകരിച്ചാൽ ഓനെ ഞാൻ ഇതുവരെ സംരക്ഷിച്ചത് ഞാൻ ഓൻ്റെ മതത്തിൽ കൂടിയിട്ടാണ് എന്ന് ഈ ഖുറൈശികൾ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് ഞാൻ തൽക്കാലം വിശ്വസിക്കുന്നില്ല എന്നാണ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സങ്കടത്തോടെ വീട്ടിൽ പോയിട്ട് കരഞ്ഞു, എളാപ്പാൻ്റെ ഗതി ഓർത്തിട്ട്. കാരണം ഓരോ ഘട്ടത്തിലും ഈ ഖുറൈശികൾ ഇസ്ലാമിൻ്റെ ഓരോ ഘട്ടത്തിലും നബിയെ കഷ്ടപ്പെടുത്തിയപ്പോൾ അബൂ താലിബ് ജീവിച്ചിരുന്ന സമയത്ത് പേടിയായിരുന്നവർക്ക്. അബൂ താലിബിൻ്റെ മരണവും ഖദീജ ബീവിയുടെ മരണവും ഒരു വർഷത്തിൽ സംഭവിച്ചപ്പോഴാണ് ആമൽ ഹുസ്നി, ദുഃഖവർഷം എന്ന് ചരിത്രം രേഖപ്പെടുത്തിയത്. ആ 2 സംഭവം കഴിഞ്ഞപ്പോഴാണ് ഖുറൈശികൾ നബീനെ ആക്രമിക്കാൻ തുടങ്ങിയത്. അതിൻ്റെ മുമ്പേ വിശ്വാസികളായ അടിമകളെയും മറ്റും ഉപദ്രവിക്കുമായിരുന്നെങ്കിൽ നബീൻ്റെ നേരെ കൈവെക്കൂല. കാരണം എന്താ? ഖദീജാൻ്റെ സമ്പത്ത് അത്രയുണ്ട്, ഖദീജാൻ്റെ അടുത്ത് അടിമകളുണ്ട്, ഗുണ്ടകളുണ്ട്. എന്താടാന്ന് ചോദിച്ചാൽ പോടാന്ന് പറയുന്ന തൻ്റെ ഇടമുണ്ട്, പണമുണ്ട്. അതുകൊണ്ട് ഇവർക്ക് ഖദീജയെ പേടിയായിരുന്നു. അതുപോലെ തന്നെയാണ് അബൂ താലിബ്. അബൂ താലിബിൻ്റെ സ്വാധീനം, ഖുറൈശികളുടെ പ്രാമാണിത്വം, അതൊക്കെ കൊണ്ട് അബൂ താലിബിൻ്റെ വെറുപ്പിന് പാത്രമാകും, അല്ലെ ഖദീജയുടെ വെറുപ്പിന് പാത്രമാകും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റൂല എന്നോർത്തുകൊണ്ട് ഖുറൈശികൾ നബിയുടെ നേരെ കയ്യേറ്റം ചെയ്തിരുന്നില്ല. അങ്ങനെയുള്ള അബൂ താലിബിൻ്റെ മരണസമയത്താണ് നബി സങ്കടത്തോടെ വീട്ടിലേക്ക് ചെന്നിരുന്നപ്പോൾ പ്രാർത്ഥിക്കുന്നത്, പടച്ചോനെ എൻ്റെ എളാപ്പ. അപ്പം അള്ളാഹു പറഞ്ഞു മറുപടി, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത, നീ ഉദ്ദേശിച്ചവരെ ഹിദായത്താക്കാനൊന്നും നിന്നെക്കൊണ്ട് കഴിയൂല എന്ന് വ്യക്തമായിട്ട് അള്ളാഹ് അങ്ങ് പറഞ്ഞു കൊടുത്തേക്ക. അതുകൊണ്ട് നമ്മളെ മുന്നിൽ ഒറ്റ വഴിയുള്ളൂ, ഇവരാരും നമ്മൾ നന്നാക്കിയാൽ നന്നാവൂല. നമ്മളെ ഈമാൻ നഷ്ടപ്പെടാതെ സൂക്ഷിച്ചോളുക.
കാരണം ഇവർക്ക് വേണ്ടിയിട്ട് കമൻ്റ് ഇടാനും ലൈക്ക് ഇടാനും പോയാലേ നമ്മളെ കാര്യം ഗുദാ ഹവ എന്ന് പറഞ്ഞ മാതിരിക്കാവും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.